കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആവിയിൽ വേവിച്ചെടുത്ത അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ നൂൽപുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുക്കേണ്ടത്, പുട്ടുപൊടിയല്ല കേട്ടോ. അതൊരു അരക്കപ്പ് എടുത്തിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഞാനൊരു 4 സ്പൂൺ അളവിൽ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ പൊടി പെരുക്കും എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് അരക്കപ്പള തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് അരയ്ക്കാൻ എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിന് എടുക്കുക. തേങ്ങയുടെ 1-ാം പാൽ തന്നെ എടുക്കുക, 2-ാം പാൽ എടുക്കരുത് കേട്ടോ. 1-ാം പാൽ തന്നെ എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജാറിലിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന്, വെള്ളമല്ല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലിന് എടുക്കുക, 2-ാം പാൽ എടുക്കരുത്. എന്നിട്ടൊരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ട് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് എന്നിട്ട് നമുക്കിത് കൺസിസ്റ്റൻസി നോക്കുക കേട്ടോ. നമ്മളെ ദോശ ബാറ്ററിനേക്കാൾ ഇത്തിരി കൂടെ ലൂസായിട്ടുള്ള പരുവത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാവേണ്ടത്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിക്ക് ആവുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 സ്പൂൺ അളവിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. തണുത്ത വെള്ളമല്ല, ഇളം ചൂടുവെള്ളം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. എന്നിട്ട് ഞാനിതൊരു അരമണിക്കൂറിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ മാവ് ഒന്നും കൂടെ കട്ടിക്കാവും. ഭയങ്കര കട്ടിക്കല്ല, ഒരു ചെറിയൊരു പൊടിക്ക് കട്ടിക്ക്, നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു പൊടിക്ക് കട്ടിക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ എന്തായാലും വെക്കണം കേട്ടോ. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് പിടിക്കുക. പിന്നെ ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. കിണ്ണത്തപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക, എന്നാൽ നോർമലി വട്ടത്തിലാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഇതുപോലെ തടവി കൊടുക്കുക. ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്, ഇന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു പ്ലേറ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പാകത്തിന് ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കിണ്ണത്തപ്പം എപ്പോഴും നല്ല കട്ടിക്കിരിക്കില്ല, കുറച്ച് തിന്നായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കര കട്ടിക്ക് ഒഴിക്കേണ്ട. കുറേ ബാറ്റർ ഉണ്ടെങ്കിൽ 2 തവണയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഈ ഒരു കട്ടിക്കാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവി കയറ്റിയിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുത്താൽ നമ്മളെ കിണ്ണത്തപ്പം റെഡിയാവും കേട്ടോ. എന്നിട്ട് തണുത്ത ശേഷം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആവി കയറ്റി കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം ഞാൻ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അർത്ഥം. അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് പ്ലേറ്റിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ തണുത്തപ്പോൾ ആ പ്ലേറ്റിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചൊന്ന് തട്ടിക്കൊടുത്താൽ കയ്യിലേക്ക് അങ്ങനെ വന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഒരു ത്രികോണ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും കേക്കാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഷേപ്പ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഓരോ പീസ് ഓരോരുത്തർക്ക് എണ്ണം വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കഴിഞ്ഞല്ലോ. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ ഒരു മാവ് കഴിക്കുന്ന ഫീലും, എന്നാൽ പിന്നെ കുറച്ചുകൂടെ കഴിച്ച് കഴിയുമ്പോൾ നല്ല മധുരം, ആ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തി ഫുഡുമാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ.